ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മഖ്ലൂഖീൻ വഅലികുല്ലി വസ്വഹാബ അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ വന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅലിഹി സ്വലാത്തൻ തുജ്അലു കലാമി. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅലിഹി സ്വലാത്തൻ തുയസ്സിറു ഉമൂരി. പ്രവാചകന്മാരെ നിയോഗിക്കാനുള്ള കാര്യം അഖലിയല്ല, അത് ഇലാഹിയായ ഒരു തീരുമാനമാണ് എന്നു പറഞ്ഞു. അതിൻ്റെ ആവശ്യകതയുമൊക്കെ പറഞ്ഞു. അങ്ങനെ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫകാന മിൻ ഫളിലില്ലാഹി തആല വറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും അവൻ്റെ കരുണയിലും പെട്ടതാണ് ഇർസാലു റുസുലി ലിബയാനി ദാലിക, സ്വർഗ നരകങ്ങളെയും അനുവദനീയമല്ലാത്ത കാര്യങ്ങളെ വിശദീകരിക്കുന്നതിനു വേണ്ടിയിട്ടുമാണ് പ്രവാചകന്മാരെ അയച്ചത്. കമാ ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ അങ്ങയെ ലോകർക്ക് കരുണയായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങയെ റസൂലാക്കിയത് അവർക്കുള്ള റഹ്മത്താണ്. ആ റഹ്മത്ത് എങ്ങനെയാണ്, എപ്രകാരമാണെന്ന് മുൻ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചല്ലോ. വഅയ്യദഹും അയ്യൽ അംബിയാ, അല്ലാഹു തആല അംബിയാക്കളെ ശക്തിപ്പെടുത്തി, തഈദ് നടത്തി. അവർ ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ടവരും കഴിവുള്ളവരുമാണ്. അതോടുകൂടെ അവരുടെ ദൗത്യ നിർവഹണത്തിന് ഉതകുമാർ അല്ലാഹു തആല അവർക്ക് തഈദ് നടത്തി. എങ്ങനെ? ബിൽ മുഅ്ജിസാത്തി, മുഅ്ജിസത്തുകൾ കൊണ്ട്, അന്നാഖിളാത്തി ലിൽ ആദാത്തി, ആദത്തുകളെ നിർവീര്യമാക്കുന്ന മുഅ്ജിസത്തുകൾ കൊണ്ട്. ജംഉ മുഅ്ജിസത്തിൻ, ഇത് മുഅ്ജിസത്തിൻ്റെ ജംആണ്. വഹിയ അംറുൻ, ഒരംറാണ്. യുളിഹിറു ബിഖിലാഫിൽ ആദ, ഖിലാഫുൽ ആദയെ ഇത് വെളിവാക്കും. അല്ലെങ്കിൽ യൾഹറു ബിഖിലാഫിൽ ആദത്തി, ആദത്തിനക്ക് ഖിലാഫായിട്ട് ഇത് വെളിവാകും. ആരിൽ നിന്നാണ് വെളിവാകുക? അലാ യദി മുദ്ദഇൻ നുബുവ്വ, നുബുവ്വത്തിനെ വാദിച്ചു വരുന്നവൻ്റെ കരങ്ങളുടെ മേൽ വെളിവാകും. അപ്പം നബിയാണെന്ന് വാദിക്കുന്ന ഒരാളിൽ നിന്നാണ് മുഅ്ജിസത്ത് ഉണ്ടാവുക. അതെപ്പോഴാണ്? ഇന്ദ തഹദ്ദിൽ മുൻകിരീന, മുൻകിരീങ്ങളോട് വെല്ലുവിളി നടത്തുന്ന സമയത്ത്. അലാ വജിഹിൻ, അതൊരു നിലക്കാണ്. യുഅ്ജിസുൽ മുൻകിരീന, എതിരാളികളെ അശക്തമാക്കും വിധത്തിൽ. അനിൽ ഇത്യാനി ബിമിസ്ലിഹി, ഇപ്പോൾ ഇവർ കൊണ്ടുവന്നതിന് സമാനമായതിനെ കൊണ്ടുവരാൻ പ്രതിയോഗികൾ അശക്തരാണ് എന്ന് വെളിവാക്കുമാർ ഈ പ്രതിയോഗികളെ വെല്ലുവിളിക്കുന്ന സമയത്ത് പ്രവാചകത്വത്തെ വാദിക്കുന്ന ആളിൽ നിന്ന് സാധാരണക്കെതിരായി വെളിവാകുന്ന ഒരു കാര്യമാണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് സാധാരണക്ക് വിരുദ്ധമായിരിക്കും. നുബുവത്തിനെ വാദിക്കുന്ന ആളിൽ നിന്നാണ് പ്രകടമാവുക. അതും പ്രതിയോഗികളോട് വെല്ലുവിളിക്കുന്ന സമയത്തായിരിക്കും. അതുതന്നെ പ്രതിയോഗികളെ സമാനമായത് കൊണ്ടുവരാൻ അവർ അശക്തരാണ് എന്ന് തെളിയിക്കും വിധത്തിലാണ്. അപ്പോൾ ഒരു ചാലഞ്ചുണ്ടാകും. ചാലഞ്ചുള്ളത് അനിതര സാധാരണമായ ഒരു സംഭവമാകും. ആ കാണിക്കുന്നത് അവർ വലിയ ആളുകളാണെന്ന് കാണിച്ച് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മുൻകിരീങ്ങൾ സമാനമായത് കൊണ്ടുവരാൻ അശക്തരാണെന്നു കാണിക്കാൻ. സർക്കസ് പോലെയല്ല, മറ്റു ഷോ പോലെയല്ല. അത് കൃത്യമായ ലക്ഷ്യവും ഉണ്ട്, മാർഗം അല്ലാഹു തആല നിയോഗിച്ചു കൊടുത്ത ഒരു മാർഗവും അതിനുണ്ട്. വദാലിക ലിഅന്നഹു ലൗല തഈദ് ബിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്ത് കൊണ്ട്
ബലപ്പെടുത്തൽ തഈദില്ലായിരുന്നുവെങ്കിൽ ലമാ വജബ ഖബൂല ഖൗലിഹി, അവരുടെ ഖൗലിനെ സ്വീകരിക്കൽ എന്താവില്ല, നിർബന്ധമാകൂലായിരുന്നു. അപ്പോൾ മുഅ്ജിസത്ത് കൊണ്ട് എന്തുണ്ട്, തഈദും ഉണ്ട്. എന്താ തഈദ്? അവർ പ്രവാചകന്മാരാണ് എന്ന തഈദ് അവിടെയുണ്ട്. മാത്രമല്ല വലമാ ബാന സ്വാദിഖു ഫി ദഅവ റിസാല, റിസാലയെ വാദിക്കുന്നതിൽ സത്യവാൻ വെളിവാകുമായിരുന്നില്ല അനിൽ കെദിബി, കെദിബിനെ തൊട്ട്. അപ്പോൾ ആരാണ് റിസാലത്തിനെ വാദിച്ചത്? റിസാലത്ത് വാദിച്ചു എന്ന് പറയുന്നവൻ ശരിയാണോ? അല്ല, അവൻ പറയുന്നവൻ ഇല്ലേ? ആർക്കും ഇല്ലായ്മയിൽ നിന്ന് എന്തും വാദിച്ചു വരാൻ പറ്റുമല്ലോ. അപ്പോൾ സ്വാദിഖാരാണ് കാദിബാണ് എന്ന് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ മുഅ്ജിസത്ത് വേണം. പിന്നെപ്പോഴും വഇൻദ ളുഹൂരിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്ത് വെളിവാകുന്ന സമയത്ത് യഹ്സുലുൽ ജസ്മ ബിസുദ്ഖിഹി, ആ പറയുന്ന ആൾ സ്വാദിഖാണ് എന്ന ജസ്മ് കരസ്ഥമാകും. ബി ത്വരീഖ് ജരിയിൽ ആദത്തി, ആദത്ത് അപ്രകാരമാണ് സംഭവിക്കുന്നത്. ഇലാഹിയായ ആദത്ത് അപ്രകാരമാണ്, ഇലാഹിയായ ആദത്ത് അപ്രകാരമാണ്. എന്താണ് അവിടെ ഒരു ജസ്മ അവിടെ കിട്ടുക? ജസ്മ കിട്ടുന്നത് ബി അന്ന അല്ലാഹു തആല യഖ്ലുഖുൽ ഇൽമ, അല്ലാഹു തആല ഇൽമിനെ സൃഷ്ടിക്കും. ബിസ്വിദ്ഖി, സിദ്ഖ് കൊണ്ട്, ഈ പറഞ്ഞ കാര്യത്തെ വാസ്തവമാക്കണമെന്നൊരു ജ്ഞാനത്തെ അല്ലാഹു തആല സൃഷ്ടിക്കും. അഖീബ ളുഹൂരിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്ത് വെളിവാകുന്ന സമയത്ത്. അപ്പോൾ മുഅ്ജിസത്ത് വെളിവാകുന്ന സമയത്ത് ഈ സ്വിദ്ഖാക്കേണ്ട സാധനത്തെക്കുറിച്ചുള്ള ഇൽമിനെ അല്ലാഹു തആല ഈ തസ്ദീഖ് നടത്തുന്ന ആളുകൾക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുക്കും. വ ഇൻകാന അദമു ഖൽഖിൽ ഇൽമി മുംകിനൻ ഫീ നഫ്സിഹി, ഫീ നഫ്സിൽ ഖൽഖുൽ ഇൽമ് മുംകിനാണെങ്കിലും ശരി, അള്ളാഹുവിനിപ്പോൾ ഒരാൾക്ക് ഇൽമുണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം ഒരു മുഅ്ജിസത്തിനെ വിശ്വസിക്കണം എന്നൊന്നും ഇല്ല. അത് മുംകിനാണെങ്കിലും ശരി, മുഅ്ജിസത്ത് കൊണ്ടുവരുന്ന സമയത്തോ അല്ലാഹു തആല ഒരു ഇൽമിനെ അവിടെ സ്വാദിഖ് തസ്ദീഖ് നടത്തുന്ന മുസദ്ദിഖിൻ്റെ ഖൽബിൽ അല്ലാഹു തആല ക്രിയേറ്റ് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ വന്ന ആൾ സ്വാദിഖാണെന്ന് അത് ഉൾക്കൊള്ളുന്ന ആൾ ഉൾക്കൊള്ളുകയും പ്രവാചകത്വത്തെ അംഗീകരിക്കുകയും തന്മൂലം പ്രവാചകന്മാരെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിയോഗിച്ചത് ആ നിയോഗങ്ങളെല്ലാം അവിടെ മറ്റുള്ളവർ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. വദാലിക, അത് ഏതുപോലെയാണ്? കമദ്ദ അഹദുൻ, വല്ലവനും വാദിച്ചു വന്നാൽ, ബി മഹ്ളരി മിൻ ജമാഅത്തിൻ, ഒരു ജമാഅത്തിൽ നിന്ന്, എൻ്റെ ഒരു സംഘത്തിൽ നിന്ന്, അന്നഹു റസൂലു ഹാദൽ മലിക്കി ഇലൈഹിം, എന്താണ് അദ്ദേഹം വാദിച്ചത്? അന്നഹു റസൂലു ഹാദൽ മലിക്കി ഇലൈഹിം, ഈ ഒരു രാജാവിൻ്റെ ദൂതനാണെന്ന് വാദിച്ചു വന്നു. സുമ്മ ഖാലൽ മലിക്കി, മലിക്കിനോട് പറഞ്ഞു, ഇൻ കുന്തു സ്വാദിക്കൻ, ഞാൻ സത്യവാനാണെങ്കിൽ, ഫഖാലിഫ് ആദത്തക്ക, നിങ്ങളുടെ ആദത്തിനോട് നിങ്ങൾ എതിരാവ്, വക്കുംബി മക്കാനത്തിക്ക സലാസ മറാത്തിൻ, 3 തവണ അവിടെ നിന്ന് എനിക്ക് എന്ന് പറഞ്ഞു. ഫഫാല, പ്രകാരം ചെയ്തു. അപ്പോൾ യസ്സൂലുൽ ജമാഅത്തി, ആ സംഘത്തിന് കിട്ടും, ഇൽമുൻ ലറൂറിയുൻ ആദിയും ബി സുദ്ഖിഹി ഫി മക്കാലത്തിഹി, അവൻ്റെ മക്കാലത്തിൽ അവൻ സ്വാദിഖാണ്. എങ്ങനത്തെ ഇൽമ കിട്ടും? സ്വാദിഖാണ് എന്നുള്ള ലറൂറിയായ ആദിയായ ഇൽമ കിട്ടും. വൈങ്കാനൽ കദിബ് മുംകിനൻ ഫീ നഫ്സി, ഫീ നഫ്സിൽ അത് മുംകിനാവാനുള്ള സാധ്യതയുമുണ്ട്. ഒരാളിങ്ങനെ വാദിച്ചു വന്നു, ഞാൻ സത്യവാനാണെങ്കിൽ നിങ്ങളുടെ ആദത്തിനോട് എതിരാവ്, ഒക്കുമ്മി മക്കാനത്തൊക്കെ സലാസ മറാത്തി എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ ഇരിക്കുന്നിടത്ത് നിന്ന് 3 വട്ടം അവിടെ എണിക്കുക എന്നുള്ളത് എന്താണ്? എതിരാണ്, സാധാരണ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ ഉണ്ടാവുന്നതിന് വിരുദ്ധമായിട്ട് അങ്ങനെ ചെയ്തപ്പോൾ, എന്നാലും രാജാവ് അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇവൻ പറഞ്ഞ് സത്യമാവണമെന്നുണ്ടോ? സത്യമാവാം. അതുപോലെ തന്നെ എതിരാവുന്നത് ശരി, കദിബിനും അവിടെ സാധ്യതയുണ്ട്. അപ്പോൾ ഫൈനൽ ഇംകാന ദാത്തിയ, അപ്പം ഇംകാനു ദാത്തിയായ ഇംകാനുള്ളൊരു സാധനം, ആ പറഞ്ഞ സാധനത്തിനു തന്നെ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്, മറ്റ് അവാരിതകൾ കൊണ്ടല്ല. അതാ ഫൈനൽ ഇംകാന ദാത്തിയായ മുംകിനായ ഒരു സാധനം
അതെങ്ങനെ ബിമാന തജ്വീസിൽ അക്കലി അക്കൽ അതിനെ അനുവദനീയമാക്കുന്നുണ്ട്. അത് ലായുനാഫി ഉസൂലൽ ഇൽമിൽ ഖത്വഇയെ അത് ഖത്വഇയായ ഇൽമ കരസ്ഥമാകുമെന്നതിനോട് എന്താവില്ല, എതിരാവില്ല. ഒരു സംഗതി സ്വാഭാവികമായിട്ടും ബുദ്ധി അതുണ്ടാവാം, തജ്വീസ് നടത്തുന്നുണ്ട്, അതുണ്ടാവാം എന്നൊരു സാധനം. പിന്നെ ഇത് ബുദ്ധി അത് ഉറപ്പിക്കാം എന്നുള്ളതിനോട് എതിരാവുന്നില്ല. ഒരു സാധനം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്നുള്ളത് അതുണ്ട് എന്നത് ഉറപ്പിക്കുന്നതിനെതിരാകും. ഒരു സാധനത്തെ ഉറപ്പിക്കണമെങ്കിൽ അതൊരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാവാൻ പാടില്ലല്ലോ. നമ്മളോട് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു, ഒരാളൊരു കാര്യം പറഞ്ഞു, ഇന്ന വിഷയം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാം, അങ്ങനെ സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാധനത്തെ ഈദുമായി വന്നാലോ, അപ്പോൾ എന്തായാലും സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്, അപ്പോൾ അത് സ്വീകരിക്കുകയും വേണം. ഇൽമിന നമ്മളുടെ ഇൽമു പോലെ അന്ന ജബൽ ഉഹദ് ലം യൻഖലിബ് ദഹബൻ അത് സ്വർണ്ണമായിട്ട് മാറി മറിഞ്ഞിട്ടില്ല. മൈംകാനിഹി ഫി നഫ്സിൽ അതെന്താക്കാൻ പറ്റും, അതിന് സ്വർണ്ണമായി മാറാൻ എന്ത് ചെയ്യും പറ്റും. അങ്ങനെയൊന്നും അതൊന്നും പ്രശ്നമില്ല നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതങ്ങനെ സംഭവിക്കൂല എന്നെന്താവും പറയാൻ പറ്റൂല. ഫക്കദാ ഹാഹുന യഹ്സുലുൽ ഇൽമു ബി സുദഖിഹി ബി മൂജബിൽ ആദത്തി ആദത്തിൻ്റെ മൂജബ് കൊണ്ട് ആ സംഗതിയുടെ സിദുക്കുൽ ഇൽമിനെ സിദുക്കാണ് എന്ന സിദുക്കുൽ ഇൽമെന്തിയും കിട്ടും. ലി അന്നഹ അഹദു തുറുക്കിൽ ഇൽമി അത് ഇൽമിൻ്റെ തുറുക്കുകളിൽപ്പെട്ട ഒന്നാണ് ആദത്ത്. കൽ ഹിസ്സിനെ പോലെ. ഇപ്പം ഹിസ്സിയായ ഒരു സംഗതി തൊടൽ പിടിക്കൽ ഇങ്ങനെ തുടങ്ങി മഹ്സൂസായ ഒരു സംഗതിക്ക് കൊണ്ട് നമ്മൾ ഇൽമ് കിട്ടുന്നത് പോലെ തന്നെയാണ് ആദത്തും എന്തു തന്നെയാണ്, ഇൽമ് കിട്ടാനുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ഉണ്ട് ഇല്ല എന്നുള്ളത് ആദത്ത് പ്രകാരം വരും. അപ്പോൾ ഉണ്ട് എന്നുള്ളതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഈദും കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, കൂടുതൽ ബലപ്പെട്ടു നിൽക്കും. വലാഖദുഫി ദാലിക്കൽ ഇൽമി ആ ഇൽമിൽ ഒരാക്ഷേപിക്കപ്പെടുകയില്ല. ഇംകാനു കൗനിൽ മുഅ്ജിസത്തി മിൻ ഗൈരില്ലാഹ് അള്ളാഹുവിൽ നിന്ന് ഒയിറുള്ളയിൽ നിന്ന് മുഅ്ജിസത്തിൻ്റെ ഇംകാനിനെ അങ്ങനെ ഉണ്ടാവൽ എന്നുള്ളത് അതിലെന്തില്ല, കദ്ഹാക്കപ്പെടൂല. ഇനി മുഅ്ജിസത്ത് അല്ലാത്ത ഒരാളിൽ നിന്നാണ് ഉണ്ടായത് എന്നതുകൊണ്ട് ആ ഇൽമ് സ്വീകരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അല്ലാത്ത ഒരാളിൽ നിന്നാണല്ലേ മുഅ്ജിസത്ത് ഉണ്ടായത്, അതങ്ങനെ ആക്ഷേപമാക്കപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഖദ്ഹ അവിടെ വരൂല. ഔ കൗനിഹ ലാലി ഖറലി തസ്ദീഖ് അല്ലെങ്കിൽ തസ്ദീഖിന് വേണ്ടിയിട്ടല്ല. ഔ കൗനിഹാലി തസ്ദീഖിൽ കാദിബി അല്ലെങ്കിൽ കളവാനെ തസ്ദീഖാക്കാൻ വേണ്ടിയിട്ടാണ്. ലാ ഗൈരി ദാലിക മിനൽ ഇഹ്തിമാലാത്ത് അങ്ങനെ കുറേ ഇഹ്തിമാലുകൾ എന്ത് ചെയ്യും അവിടെ പലപ്പോഴും എന്താവാൻ വരാം. അതൊന്നും ഖദ്ഹല്ല. കമാല യുഖ്ദഹു ഫിൽ ഇൽമിൽ ദറൂരി അൽ ഹിസ്സിയായ അത്യന്താപേക്ഷിതമായി കിട്ടുന്ന ഇൽമുകൾ, എന്തായാലും കിട്ടുന്ന കുറച്ച് ഇൽമുകൾ നമ്മൾ ചിന്തിക്കാതെ തന്നെ നമ്മളിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ലറൂറിയായ ഹിസ്സിയായ ഇൽമുകളുണ്ട്. ഇതുവരെ ബി ഹറാറത്തിനാരി തീച്ചൂട് അതിൽ എന്ത് ഖദ്ഹല്ല. ഇൻകാനു അദമിൽ ഹറാറത്തിനാരി നാറിനിക്ക് ചൂട് ഇല്ലാതിരിക്കലിൻ്റെ മുംകിനിന് എന്താക്കുന്നുമില്ല, തടയുന്നുമില്ല. അത് അങ്ങനെയും ആവാലോ. ബിമാനഹു ലോ ഖുദ്ദിറ അദമുഹ ലം യസൽ മിൻഹു മുഹാലുൻ ലോ ഖുദ്ദിറ അദമുഹ അതിൻ്റെ അദമിനെ കണക്കാക്കപ്പെട്ടാൽ, അതായത് തീയിനിക്ക് ചൂടില്ല എന്ന് കണക്കാക്കപ്പെട്ടാൽ ലം യസൽ മിൻഹു മുഹാലുൻ അത് മുഹാലായിക്കൊണ്ടേയിരിക്കും. ലം യൽസ മിൻഹു മുഹാൽ അതിൽ നിന്ന് ലാസിമാവുകയില്ല. അപ്പോൾ പിന്നെ തീയിനിക്ക് ചൂട് കൊടുക്കാതിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ തീയിലിട്ട സമയത്ത് തീയിൻ്റെ ഹറാറത്തിനോട് ബുറൂദത്താവാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതും എന്താവാം, സംഭവിക്കാം. അപ്പോഴത്തെ ഈദ് കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല എന്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അത് വിശ്വസിക്കുന്നതിന് എതിരില്ല. അങ്ങനെ മഹാന്മാരുടെ മൈന്യൂട്ട് വിശാലമായ ചില ചർച്ചകൾ അവിടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞിട്ടുണ്ട്.